ഹലോ, ഇന്ന് ഫ്രാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. മറ്റൊന്നുമല്ല, ജാമാണ്. ഇത് ഇവിടെ തന്നെ പറമ്പിൽ നിന്ന് കിട്ടിയ ഫ്രാഷൻ ഫ്രൂട്ടാണ്. അപ്പം ഫ്രാഷൻ ഫ്രൂട്ട് ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മണ്ടവശം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മുഴുവനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 15 ഫ്രാഷൻ ഫ്രൂട്ടോളം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ കുരുവെടുക്കാതെ അരിപ്പയിലേക്ക് ഒരു അതിൻ്റെ ജ്യൂസ് മാത്രം വരുന്ന രീതിയിൽ അരിച്ചെടുക്കാം. കുരു ആവശ്യമില്ല, അതിൻ്റെ ആ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് ഇതാ ഒരു ബൗള് നിറയെ കിട്ടിയിട്ടുണ്ട് ജ്യൂസ്. ഇനി ഒരു അടികട്ടിയുള്ള പാനിലേക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഫ്ലെയിം ഓണാക്കിയിട്ട് അത് കുറുക്കിയെടുക്കണേ. അതിലേക്ക് അതേ കപ്പ് അളവിൽ തന്നെ നമ്മൾ ഏത് കപ്പിലാണ് ജ്യൂസ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ആ അളവ് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല ബ്രെഡിലൊക്കെ ആക്കി കൊടുക്കാൻ അടിപൊളി ജാമാണ് ഫ്രാഷൻ ഫ്രൂട്ട് വെച്ചിട്ട്. അങ്ങനെ ഇത് ഏകദേശം ഇത് കുറുക്കി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ജാമ് റെഡി ആയിട്ടുണ്ട്. ഈ ഒറ്റനൂൽ പരുവാണ് അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അധികമായിട്ട് കുറുകിപ്പോയാൽ കട്ടിയായി പോകും. ജാമിന് ഒത്തിരി കട്ടിയൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ അടിപൊളി ഫ്രാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ജാമ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാതെ ഇതാ ഞാൻ അല്പം ബ്രെഡിനകത്തേക്ക് ഒന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ എടുത്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. നല്ല മണമുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ജാമ് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഇതാ ജാമൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് മറ്റൊരു ബ്രെഡും കൂടെ വെച്ച് ഇതാ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.